പറയുകയാണെങ്കിൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ടായിരുന്നു അറിയേണ്ടായിരുന്നത്. അപ്പോൾ അവള് വർക്കിംഗ് ആയിരുന്നു. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരേ സമയം വളരെ എക്സൈറ്റഡും അതേസമയം ഷോക്ക്ഡ് ആയിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു കരുതൽ നമ്മൾ ചെയ്യേണ്ടായിരുന്നില്ല. ബട്ട് ഗോഡ്സ് ഗിഫ്റ്റ് എന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഹാപ്പി ആയിട്ട് സ്വീകരിച്ച് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആയതുകൊണ്ടും ഒരു മിറക്കിൾ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് മോണിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിട്ട് മാറി ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ നമ്മൾ നെയിം ഇടുമ്പോൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു. എന്തെങ്കിലും ഗോഡ്സ് ഗിഫ്റ്റ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഗോഡ് ഈസ് മൈ ലൈറ്റ് ഗോഡ് ഈസ് മൈ എന്ന അർത്ഥം വരുന്ന ഒരു പേരായിരുന്നു എലോറ. അപ്പോൾ അതൊരു വെറൈറ്റി ആൻഡ് റെയർ നെയിം ആയതുകൊണ്ട് എൻ്റെ പേരായിട്ട് സിങ്ക് ആയിപ്പോണ്ട് നമ്മൾ എലോറ എഡ്വിൻ അമ്പൂക്ക് എന്ന് തന്നെ നെയിം ചെയ്തേക്കണം. ബേബി ഗേളാണ്. പിന്നെ ഓരോ നിമിഷവും നമ്മൾ അതനുസരിച്ച് നമ്മൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തായിരുന്നു. പ്രഗ്നൻസിയിൽ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവൾ പിന്നെ പതുക്കെ ജോബിൽ നിന്ന് ഒന്ന് റെസ്റ്റിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ നിമിഷം നമ്മൾ ഓരോ ചവിട്ടുന്ന സൗണ്ടും ഓരോ അനക്കവും നമുക്കതൊരു വളരെ ഭയങ്കര മെമ്മറീസാണ് അത് സ്റ്റിൽ. പിന്നെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഫുൾ ടൈം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഡിഡ് മൈ ബെസ്റ്റ് സപ്പോർട്ട്. കുറച്ച് ഡ്യൂറേഷൻ എടുത്തു. നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും ഖത്തറിൽ വെച്ചിട്ടായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി നമ്മൾ ഫസ്റ്റ് മുടിയായിരുന്നു കണ്ടത്. പുറത്തേക്ക് വന്ന് ആ ഒരു ഫസ്റ്റ് കയ്യിൽ തരുന്ന നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയം തൊട്ട് ഈ സമയം വരെ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. പിന്നെ കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ പാരൻറ്ഹുഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 month 2 month ആയപ്പോഴേക്കാണ് ആ ഒരു ഫീലിംഗ്, എസ്പെഷ്യലി ബേബി ഗേൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫീലിംഗ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നും ഫാദറിനാവും. അങ്ങനെ സോ വി ആർ എൻജോയിങ് ദ മൊമെൻറ്റ്, ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോൾ 3.5 months ആയി. പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ എൻ്റെ 16th ജൂണാണ്, വൈഫിൻ്റെ 15th ജൂണാണ്, ബേബിയുടെ 17th സെപ്റ്റംബറാണ്. 15, 16, 17 എന്നൊരു നമ്പറിങ് നമുക്ക് കിട്ടി. അങ്ങനെ സോ ഹാപ്പി, ഗോയിങ് വിത്ത് ദ ഫ്ലോ, എൻജോയ് ദ ജേർണി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തപോലെ ഡെലിവറി ടൈമിൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത ഡ്യൂ ഡേറ്റിനും ഒരു 2 weeks ബിഫോറാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെക്കപ്പിന്. അൺഎക്സ്പെക്റ്റഡ്ലി ഒരു പെയിൻ വന്നിട്ട്. അപ്പോൾ ആ സമയം തന്നെ അവർ അഡ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഡെലിവറി നെക്സ്റ്റ് ഡേ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഖത്തറിൽ അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ നമുക്ക് ഹസ്ബൻഡിനെ കൂടെ അക്കമ്പനി ചെയ്യാം ത്രൂ ഔട്ട് ദ ടൈം. അവളുടെ ചേച്ചി ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ ടൈം ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ കുട്ടി പുറത്ത് വരുന്ന ഒരു സമയം വരെ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടി ഫസ്റ്റ് പുറത്ത് ഞാൻ കണ്ട് അവളോട് പറയുന്ന നിമിഷം അവളുടെ കണ്ണിന് വെള്ളം വന്നവൾ ഭയങ്കര എക്സൈറ്റഡ് സന്തോഷമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഓൾസോ എക്സ്പീരിയൻസിങ് ഇറ്റ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെൻറ്റ്. അത് കഴിഞ്ഞ് കുട്ടീനെ കയ്യിൽ കിട്ടി നമ്മൾ അവളുടെ കയ്യിൽ കൊടുത്തു. ആ ഒരു എന്താ ന്യൂ ബോണ്ട് ആ ഒരു ചൂട് അറിഞ്ഞ് ഒരു ഇറ്റ്സ് എ വെരി റെയർ മൊമെൻറ്റ്. എല്ലാവർക്കും ചിലപ്പോൾ മേ ബി കൂടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു സിനാരി മനസ്സിലായില്ല. ബട്ട് ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ മൊമെൻറ്റ് ഫോർ അസ്. ശരിക്കും ഞങ്ങൾ കുഞ്ഞുമണി എന്ന് വിളിക്കുന്നത്. കുഞ്ഞുമണി എന്ന് വിളിക്കുന്നത് കാരണം ഞങ്ങൾ കൺസീവ് ഇടാൻ പറഞ്ഞപ്പോൾ തന്നെ പണ്ട് നമ്മുടെ സിത്താരയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, മാനത്തെ അമ്പിളി, ആ പാട്ട്. അങ്ങനെ ആണ് കുഞ്ഞുമണി. ഞങ്ങൾക്ക് ബോയാണ് ഗേളാണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുമണി ഞങ്ങൾ പേരിട്ടു. ശരിക്കും ഞങ്ങൾ പറയും ഒരു അത്ഭുതമാണ്, ലൈക്ക് ഞങ്ങൾ ലിറ്റിൽ മിറാക്കിൾ എന്നാണ് പറയുന്നത്. ഞാൻ കോഴ്സ് കഴിഞ്ഞ് പഠിക്കുമായിരുന്നു. പഠിച്ച് കഴിഞ്ഞ് എനിക്ക് ജോലി കഴിഞ്ഞ് പഠിച്ച കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് എനിക്ക് PG ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പം പഠിച്ച് കഴിഞ്ഞ് കുട്ടി വേണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് ഓക്കെ എന്നാൽ ഇനി ജോലി നോക്കാം, ജോലി നോക്കിയിട്ട് കുട്ടി, അങ്ങനെ ഒരു വൈബിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ഇപ്പോൾ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഖത്തറിൽ തിരിച്ചെത്തി ജോലിക്ക് കയറി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ചെയ്യും, എനിക്ക് ജോലി തന്നിട്ട് കൊച്ചിനെ തന്നാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ആവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയും, ജോലി കിട്ടി അടുത്ത മാസമായപ്പം ആളെ വന്നു. അപ്പോൾ ഞാൻ പറയും കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പം ജോലി വേണം എന്ന് വെച്ചാൽ ഗ്യാപ്പ് പറയാൻ മറന്നു. പ്രാർത്ഥനയെന്ന് ഞാൻ എപ്പോഴും പറയും. പരിഷ്ഠാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, ആരാധിക്കുന്നു, തന്നെ പറയുന്നു. ഞങ്ങളുടെ അനന്തകാരണത്തെ കൊണ്ട് ഞങ്ങൾ തന്നെ പറയുന്നു. ഈശോനാഥ, ഈ കുടുംബത്തെയും ഇവിടെ ആയിരിക്കുന്ന ഏറെ ഹൃദയമായി കുഞ്ഞിനെയും മാതാപിതാക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മാവിന്റെ വരദാനം സമർത്ഥമായി കുഞ്ഞിലേക്ക് ഞങ്ങളിലേക്ക് വർഷിക്കണമേ.
അമ്മ മാതാവായി കുഞ്ഞിനെ എറണാകുളം കാപ്പിയുടെ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ജീവിതത്തിൽ അങ്ങയുടെ സംരക്ഷണം പരിപാലനം ഉണ്ടാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യാമറിയമേ, ദേവസ്വ പിതാവേ, കർത്താവിന്റെ മാലാഖയെ. ഞങ്ങളങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ജോലി കയറിയ ടെൻഷനൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയ്യോ നോക്കിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് ആളവിടെ അപ്പോഴേ സേഫ് ആയിട്ടുണ്ട്. 2 മാസം ആയപ്പോഴും ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളവിടെ ഉണ്ടെന്ന്. ശരിക്കും ഞങ്ങൾ പറയും അന്നത്തെ സ്ട്രെസ്, ഞാൻ മെട്രോയിൽ നിന്ന് ജോലിക്ക് പോകാറ് അവിടെ. അപ്പോൾ മെട്രോ ഇറങ്ങുന്നു, കയറുന്നു, സ്റ്റെയർ കയറുന്നു, ഇറങ്ങുന്നു, ഓടുന്നു, നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ദൈവമായിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ 7 മണിക്ക് പോകേണ്ടതാണെങ്കിൽ നേരത്തെ പോയേനേന്ന് ഞങ്ങൾ പറയുമായിരുന്നു എപ്പോഴും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ ഇവിടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൂടുതലും ചേട്ടായുടെ ടേസ്റ്റുകളോടായിരുന്നു എപ്പോഴും ചവിട്ടുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം. അപ്പം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഞാൻ ചോക്ലേറ്റ് കഴിയുമ്പോൾ ഫുൾ വോമിറ്റിങ്. അപ്പോൾ ചേട്ടയുടെ ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു വയറ്റിൽ നിന്നായപ്പോൾ തന്നെ. പിന്നെ ഞങ്ങളുടെ അച്ഛൻപേപ്പം പറയുമായിരുന്നു എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, സംസാരിക്കണം ഭാവിയോടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എപ്പോഴും ചേട്ടൻ ഞങ്ങൾ കുഞ്ഞുമണിന്ന് പേരിട്ട് അങ്ങനെ വിളിച്ച് ഡെലിവറി ചെയ്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ എന്നായിരുന്നാൽ പോലും ദൈവം അനുഗ്രഹിച്ച് നോർമൽ ഡെലിവറിക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഇവിടെ ചേട്ടൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് ഭയങ്കര എപ്പോഴും ഞാൻ പറയും മറക്കാൻ പറ്റാത്തൊരിതായിരുന്നു ചേട്ടയുടെ സപ്പോർട്ടും കെയറും. അപ്പം ഇവള് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവളുടെ മുടി ഇങ്ങനെ കാണാം നമുക്ക്. ഓക്കെ ഇവളുണ്ട്. അപ്പോഴും അവർ പുഷ് ചെയ്യ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇവൾ പുറത്ത് വന്ന് ചേട്ട എന്നെ ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഖത്തറിലൊക്കെ നമുക്ക് ആദ്യം നമ്മുടെ മേത്താ വെക്കുന്നത്. അപ്പം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പണ്ട് ഇങ്ങനെ ഈ ഡെലിവറിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എന്തിനീ അമ്മമാർ കരയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്. ഞാനപ്പം ഭയങ്കര വാചകം അടിച്ചു പോകും, ഞാൻ കരയുന്നില്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അവളെ മേത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫീല് എൻ്റെ കണ്ണിൽ നിന്ന് കരഞ്ഞു പോയി. ഞാനപ്പോൾ ചോദിച്ചു ഓക്കെ എല്ലാവരും ഇങ്ങനെ സ്പെഷ്യലായിട്ടായിരിക്കും ഇങ്ങനെ വെച്ചു. അതുപോലെ അവൾ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് കരഞ്ഞു കഴിഞ്ഞ് ചേട്ടൻ അവരെ കുഞ്ഞുമണിന്ന് വിളിച്ചപ്പോൾ അവൾ ഇങ്ങനെ തപ്പുക ഒരു സൗണ്ട് എവിടെ നിന്ന്, അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ മകളെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദപുരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ മകളെ ആഗ്രഹിക്കണമേ. ഈ കുദാശ യോഗ്യതയോടുകൂടി പരികരണം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എൻ്റെ ആത്മാവെ നീ എന്തിന് ആകുലപ്പെടുന്നു, നീ എന്തിന് വിഷാദിച്ചു വീഴുന്നു, നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിനം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ മകൾ കൂദാശകളുടെ സ്വീകരണം വഴിയായി ആത്മീകവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി നിന്റെ ഈ മകളോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലൂസി മുദ്രിതയായിരിക്കുന്നു. Can you hear me? Am I getting through tonight? Can you see him? Can you
ഫരിസേയരിൽ നിക്കോദെമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടിയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യനെ ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. He's not just anyone. Can you hear me? Can you see him? Please don't leave him. He's mine. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശ യഥാവിധി പരിക്രമം ചെയ്യുവാൻ എന്നെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും വ്രതത്തിനെയും സമർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. So good to me. Before I took a break. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ലൂസി മാമോദിസ മുഖ്യപ്പെടുന്നു. ആമേൻ. നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപം ആയിരിക്കട്ടെ. I couldn't earn it and I don't deserve it. വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഈ മകൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. You've been so good to me. When I felt no ശ്രീഹന്മാരുടെയും പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയെ ശ്രീഹന്മാരുടെയും അവരുടെ പിതാവിന്റെയും കൈവപ്പ് ശുശ്രൂഷ വഴിയായി പരിശുദ്ധാത്മാവിനുള്ള ആനന്ദവും സഭയെയും വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വിധികാലം അങ്ങയുടെ ഈ ദാസിക്ക് നൽകുന്നു. എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാമോദിസയുടെ ഗുരുജനവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വം നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ മകളെ കരുതിയാക്കണമേ. ആഭാപിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ മകൾക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴിയായി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വയ്ക്കുന്ന ധീരപടയായി സഭയുടെ വിശ്വസദാസിയുമായി ജീവിക്കുവാൻ ഈ മകളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ മകൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. Wall you won't kick down, lie you won't tear down. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മരിച്ചിരിക്കുന്ന നീതിയുടെ കാവൽ ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ മകളെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യ പെരുമാൾ ജീവിതത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുവാൻ ഈ മകൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി ലൂസി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. Oh, it chases me down, fights till I'm found, leaves the 99, and I couldn't hide it. I don't. തുടരുകയാണ്. പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുക ഈ മകൾക്ക് വേണ്ടിയിട്ടാണ്. ലൂസി എന്ന മാമോദിസ പേര് സ്വീകരിച്ചിരിക്കുന്ന ഈ മകള് എലോറ എഡ്വിൻ അമ്പൂക്കൻ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. There are days I wake up and I pinch myself. You're with me, not someone else. And I'm scared, yeah, I'm still scared. That is all a dream. 'Cause you still look perfect. You open up your heart. When you love someone, you make room. If you love someone and you're not afraid to lose them, you probably never loved someone like I do. You probably never loved someone like I do. When you say you love the way I make you feel, everything becomes so real. Don't be scared, no, don't be scared. 'Cause you're all I need. And you still look perfect as days go by. Even the worst ones, you make me smile. I'd stop the world if it gave us time. 'Cause when you love someone, you open up your heart. When you love someone, you make room. മാമോദീസായിലൂടെയും ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവവും വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തിരുസഭയിലെ വിശ്വസ്ത പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിനിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവനത്തിന്റെയും മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് നമ്മെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Never loved someone like I do. He couldn't help but see you over there. Oh,
With that smile, it's just too hard to not stare. If you would let me, I would be your man. Sometimes you need someone to help you stand. If you need me, I'll be there for you. When you find yourself with no way through, just lean on me when you fall, and I'll be there when you call. Even in a crowded room, I'll find you. Even through your highs and lows, I'll be there, be there, be there for you. I'll be there, be there, be there for you. Life can be so beautiful when you have another hand to hold. Anywhere the wind blows, I want you to know I might just be what you're searching for. Just lean on me when you fall, and I'll be there when you call. Even in a crowded room, I'll find you. Even through your highs and lows, I'll be there, be there, be there for you. I'll be there, be there, be there for you. Lean on me when you fall, and I'll be there when you call. Even in a crowded room, I'll find you. Even through your highs and lows, I'll be there, be there, be there for you. I'll be there, be there, be there for you. I'll be there, be there, be there for you. നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുമണി എലോറ എൻപിടമ്പൊക്കെ കുഞ്ഞുമണിയുടെ ബാപ്റ്റിസം ഡേ ആണ്. നമ്മുടെ ചർച്ചിലെ ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കയ്യടിയോടുകൂടെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കുഞ്ഞുമണി എലോറ എൻപിൽ അബുക്കൻ, അതുപോലെ തന്നെ കുഞ്ഞുമണിയുടെ അത്രയും ഒപ്പം തന്നെ നിൽക്കുന്ന ബിഗ് സ്റ്റാർസ് രണ്ടുപേരും കൂടി ഉണ്ട്. കുഞ്ഞുമണിയുടെ പാരന്റ്സ് എൻപിൻ ചേട്ടൻ ആൻഡ് ബ്ലെസ്സി ചേച്ചി. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടെ എലോറ എൻപിൽ അബുക്കൻ ആൻഡ് ഫാമിലിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ്. കുഞ്ഞുമണി എങ്ങനെ ഉണ്ടാവുന്ന ഏരി വെച്ച് നോക്കി മുഖം വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും. ബോയ് എടുക്കാണെന്ന് അറിയത്തില്ല, പക്ഷെ ലൈക്ക് ഇപ്പോൾ 6 monthsലാണ് അറിയുന്നത്. അപ്പൊ ആദ്യം വെച്ച് നോക്കി എങ്ങനെ ഇരിക്കും, എന്റെ ഷേപ്പ് കിട്ടുമോ അതോ ചേട്ടന്റെ ഷേപ്പ് കിട്ടുമോ എന്ന്. പിന്നെ കുഞ്ഞുമണി കൊണ്ട് എന്ത് വിളിപ്പിക്കണം, അങ്ങനെ ഡാഡ ഡാഡ കുരിപ്പണെ അങ്ങനത്തെ കോൺസെപ്റ്റ് അതൊക്കെ നോക്കിയത്. പിന്നെ പെൺകുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇത് സ്യൂട്ടാവോ ഇത് വാങ്ങിച്ചാലോ അങ്ങനെ. ആദ്യം നിങ്ങൾ ഭയങ്കര ഇതായിരുന്നു, ഡ്രസ്സൊന്നും വാങ്ങിക്കുന്നില്ല, മിനിമലായിട്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എന്നാണ് ഞങ്ങൾ ഡ്രസ്സ് മാത്രം വാങ്ങിച്ചത്. ലാസ്റ്റ് ഇത് കൊള്ളാം, ഇന്ന് അത് കൊള്ളാം, അങ്ങനെ കുറെ ഡ്രസ്സ് വാങ്ങിച്ചു. പക്ഷെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവര് കുഞ്ഞുമണിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ബാപ്റ്റിസം ഡേ എന്ന് പറയുന്നത്. കാരണം
ഒരു ബേബി വന്നു കഴിഞ്ഞാൽ ആ ബേബീനെ ഈശോപ്പച്ചന്റെ ഒരു ബേബി ആക്കി മാറ്റുക എന്നുള്ളത് ആ ബേബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ്. അതുപോലെ തന്നെ എൽപിച്ചാനായാലും ബ്ലെസ്സി ചേച്ചിക്കായാലും ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. എനിക്കായാലും ഒരു സ്പെഷ്യൽ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം ഇവരുടെ വെഡിങ് ഡേ ഹോസ്റ്റ് ചെയ്യാനും ഞാൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുമണിയെ ഹോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാനും വളരെ സന്തോഷവതിയാണ്. അപ്പോ ഈ ഒരു മൊമെന്റില് നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ ക്യൂട്ടാണ് അല്ലെ? എൽപി ചേട്ടൻ, ബ്ലെസ്സി ചേച്ചി, കുഞ്ഞുമണി ക്യൂട്ട് ഫാമിലി അല്ലേ? അല്ലേ? എന്താ ഒരു അനക്കല്ലല്ലോ ആർക്കും? ഭക്ഷണം കിട്ടാത്തോണ്ടാണോ? എനർജി ഇല്ലല്ലോ ആർക്കും. ക്യൂട്ട് ഫാമിലി ആണ്. പക്ഷേ കുറച്ച് പേര് മിസ്സിംഗ് ഉണ്ട് അല്ലെ? ഇത് ഇവിടെ കുഞ്ഞുമണിയുടെ റോൾ മോഡൽസ് ആണ് ഇവര് രണ്ടുപേരും. അതുപോലെ ഇവരുടെ റോൾ മോഡൽസ് ആയ രണ്ട് ഫാമിലി ഉണ്ട്. നമുക്ക് ആ രണ്ട് ഫാമിലി കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എഡ്വിൻ ചേട്ടൻ, ബ്ലെസ്സി ചേച്ചിയുടെ പാരന്റ്സ്, വല്യപ്പച്ചൻ, വല്യമ്മച്ചി രണ്ടുപേര് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ബ്ലെസ്സി ചേച്ചിയുടെ പാരന്റ്സ്, ചേച്ചി അങ്കിൾ, ബ്ലെസ്സി അമ്മ, ഓക്കെ രണ്ടുപേരും വന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമണിക്ക് ഒരു പേപ്പർ കൂടി ഉണ്ട്, ഒരു കുഞ്ഞി പേപ്പർ കൂടി ഉണ്ട്. നമുക്ക് ആ കുഞ്ഞി പേപ്പറിൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുമണിയുടെ ആന്റി ഷെറിൻ ചേച്ചി, ഷെറിൻ ചേച്ചിയുടെ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട്, ടോബിന്ദൻ, തബീത. മൂന്നുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. അതുപോലെ തന്നെ അമ്പൂക്കൻ ഫാമിലി, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഗോഡ് ഫാദർ ആയിട്ടുള്ള, ഓക്കെ നമ്മള് ഓൾറെഡി പള്ളിയിൽ നിന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്കിലും നമുക്ക് ഈ ഫാമിലിനെ ഒന്ന് ബ്ലെസ് ചെയ്യണ്ടേ? നമുക്ക് ആ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന ജീവിതത്തോടു കൂടി നമുക്ക് അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ ദൈവമേ, ഞാൻ സന്നിധി കൂപ്പുകൈകളുമായിരുന്നു അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ. കൂടുതലായിട്ട് പ്രസംഗിക്കുന്നൊരു അപഖ്യാതിയുള്ളൊരു മനുഷ്യനാണ്. ആ എന്നോടാണ് അവള് പറഞ്ഞത് രണ്ട് വാക്കാണ്. രണ്ട് വാക്കായിട്ട് എങ്ങനെ പറയാൻ പറ്റും? സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏത് കുടുംബത്തിലും ഒരു കുഞ്ഞി പിറക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിലേറെ സഭയ്ക്ക് ഏറെ സന്തോഷവും ഉള്ള കാര്യമാണ് ആ മാമോദീസയുടെ. കാരണം അന്നാണ് സഭയിലെ ഒരു കുഞ്ഞ് പിറക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടവകയ്ക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഈ ഇടവകയിലേക്ക് ഒരു അംഗം കൂടി കൂടുതലായിട്ട് ചേർക്കപ്പെടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിന് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഏറെ മനോഹരമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസം. കർത്താവിന്റെ സഭയിലേക്ക് ഒരു കുഞ്ഞുകൂടി പുതിയതായിട്ട് ചേർക്കപ്പെടുന്നു. നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒരു കുഞ്ഞു വരുമ്പോഴും എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ പുണ്യദിനത്തിന്റെ എല്ലാവിധത്തിലുള്ള മംഗളങ്ങൾ ലൂസി എന്നുള്ള മാമോദിസ നാമധേയത്തിലുള്ള എലോറ എഡ്വിൻ അമ്മൂക്കിനെ പ്രത്യേകമായിട്ട് നേരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് നേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ മകളെ നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നൽകിക്കൊണ്ട് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സഭയിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോഴും കത്തോലിക്ക സഭയിലെ അംഗമായിട്ട് വിശ്വാസത്തിലേക്ക് ഐക്യപ്പെടുമ്പോഴും ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കൃപകളും ദാനങ്ങളും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവെ പ്രത്യേകമായിട്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ വിളക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി തീരട്ടെ. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രകാശമായി തീരട്ടെ. നല്ല കഴിയുന്നുണ്ട് അവരുടെ ജീവിതം
just such wonder and allow you to soar. And while there's infinitely more to you than a name alone, we feel this one should be yours to own. Chloe, the delight you bring lights up the world and makes it sing. So for you we all came together to present this name, Chloe. It's only for a moment you were mine to hold. The plans that heaven has for you will all too soon unfold. So many different prayers I'll pray for all that you might do. But most of all, I wanna know you're walking in the truth. And if I never told you, I want you to know that as I watch you grow, I pray that God would fill your heart with dreams, and that faith gives you the courage to dare to do great things. I'm here for you, whatever this life brings. So let my love give you roots and help you find your wings. May passion be the wind that leads you through your days, and may conviction keep you strong, guide you on your way. May there be many moments that make your life so sweet. Oh, but more
grace and